Ah, so, so nice. പരുവായി ഒരു ചെറിയ കവായി അടിച്ചപ്പോഴാണ് ഈ അവസ്ഥ. അപ്പോൾ നല്ലൊരു മീൻ നമ്മൾക്ക്. അങ്ങനെ നമ്മൾ മറ്റൊരു ഫിഷിങ്ങിന് വേണ്ടി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഹായ് മച്ചന്മാരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളാണ് ആദ്യം എത്തിയേക്കുന്നത്. പക്ഷേ ഇവിടെ വേറെ ആരെയും കാണുന്നുമില്ല. അപ്പോൾ സംശയം നമ്മൾ മാത്രമേ ഉള്ളൂ. നേരം പരവരാന്ന് വെളുത്ത് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് 2 പേര് എത്തിയത്. ഇന്ന് നമ്മൾ 4 പേരേ ഉള്ളൂ ഈ ബോട്ടിൽ. ഇന്ന് വീക്ക് ഡേ ഒക്കെ ആയതുകൊണ്ട് ബുക്കിംഗ് തീരെ കുറവാണ്. നമ്മളിപ്പം ബാർ കിടക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഇപ്പോൾ ഇവിടെ വെള്ളം വളരെ റഫാണ്. ഇത് കടലുമായിട്ട് ജോയിൻ ചെയ്യുന്നൊരു ഭാഗമാണ്. നമ്മുടെ കൂടെ ഉള്ള ഇന്നൊരു അമ്മച്ചിയും കൊച്ചുമോളുമാണ്. അവരും കുറച്ച് ദൂരത്തു നിന്നാണ് വന്നത്. അവരെ വെയിറ്റ് ചെയ്താണ് നമ്മൾ ഇത്ര നേരം അവിടെ നിന്നത്. അമ്മച്ചി നല്ല പടപ്പം മീനെയൊക്കെയാണ് പിടിക്കുന്നത്. എനിക്ക് നല്ലൊരു സ്ട്രൈക്കുണ്ട്, അത് പുള്ളി ചെയ്യുന്നുണ്ട്. ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നല്ല പടപ്പം സാധനങ്ങളാണ്. കിട്ടിയത് നല്ല അടിപൊളി ഒരു സാധനം. എന്നാൽ പിന്നെ ഒരു ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ സ്കിപ്പർ നല്ല ഫ്രണ്ട്ലിയാണ്. പുള്ളിക്കാരനാണ് നമ്മളെ പോസ് ചെയ്യാൻ പറയുന്നത്. Oh, thank you. നമ്മൾ ഓരോ ഓട്ടം സ്നാപ്പറിനെ പിടിച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഇതേ വന്ന് ഓരോ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെടുത്ത് നോക്കുമായിരുന്നു ഇതെന്തുവാണ്. ഇതിലാണ് അവർ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഓട്ടം മീനെ പിടിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്നാപ്പറിനെ പിടിക്കുമ്പോൾ ഇവർ ഇതേ വന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യും. അത് കൗണ്ട് കാണാൻ വേണ്ടിയാണ്. കാരണം നമുക്കിവിടെ ഒരാൾക്ക് 10 വെച്ചാണ് പിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് ഈ പോട്ടെ നമുക്ക് 4 പേർക്കൊണ്ട് 40 പറ്റത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് 40 ആകുമ്പം അവർ സ്നാപ്പറിൻ്റെ കോട്ട തികഞ്ഞെന്ന് പറയും. ആ കൂട്ടത്തിൽ നമുക്ക് വേറെ മീനെ പിടിക്കാം. ബാക്കി കിട്ടുന്നതൊക്കെ നമുക്ക് ബോണസാണ്. അതുപോലെ തന്നെ ഇപ്പം കിട്ടിയേക്കുന്നത് നല്ലൊരു ബട്ടർഫ്ലൈ ഫിഷാണ്. ഇതിനെ ഇവിടെ ഗർനാഡ് എന്നാണ് പറയുന്നത്. അത് പിടിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരെണ്ണം. കൂട്ടത്തിൽ നമുക്ക് കഹവായും അടിക്കുന്നുണ്ട്. കഹവായിയുടെ ഫൈറ്റ് ഒരു 1.5 ഫൈറ്റാണ്. നമുക്കൊരു ചെറിയൊരു കിങ് ഫിഷിനെ പിടിക്കുന്ന ഫീലിംഗ് ആണ്. ഇതുപോലെ നല്ല ചാടിപ്പോകാനുള്ള മാക്സിമം ഫൈറ്റ് ചെയ്യും, ഒന്ന് ഊരിപ്പോകാൻ വേണ്ടി. ആ ചാടുന്ന തന്നെ കണ്ടില്ലേ. ഈ ഫൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇതിൻ്റെ വായിൽ നിന്ന് അൺഹുക്കായി പോകുന്നതൊക്കെ. ഇപ്പോൾ നമ്മൾ ക്വാളിറ്റി റിഗല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ട് ഇതുപോലെ വളഞ്ഞു പോകും. ഞാൻ ഇതൊരു മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിച്ചാണ്. എൻ്റെ ഹുക്കിൻ്റെ ഒരു പടുതി കണ്ടല്ലേ, അത് നേരെ ഒരു പരുവായി. അതുകൊണ്ട് നമ്മൾ ഹുക്ക് മേടിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി സാധനം മേടിക്കണം. ഇല്ലെങ്കിൽ ഒരു ചെറിയ കവായി അടിച്ചപ്പോഴാണ് ഈ അവസ്ഥ. അപ്പോൾ നല്ലൊരു മീൻ നമ്മൾക്ക് ഹുക്കാവുകയാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും വലിച്ചേറ്റാൻ പറ്റത്തില്ല. അത് നമ്മുടെ ലോസ് ആവും. അത് എൻ്റെ ഒരു ഹുക്ക് പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ എനിക്കൊരു ഫുൾ സെറ്റ് റിഗ് എടുത്ത് തന്നു. നമുക്കൊരു മീനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അത് മീൻ പിടിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ചില ചാറ്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ ഹുക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ഹുക്ക് ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. ചില സമയത്ത് അവർ നമ്മളെ പൈസ ഈടാക്കും. പക്ഷേ ഈ ഒരു ചാറ്റേഴ്സ് നമുക്ക് എപ്പോഴും ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ ബില്ല് നല്ലൊരു കവായുമായിട്ടുള്ള ഫൈറ്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബില്ല് ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ ഒരു മീൻ പിടിക്കാൻ വേണ്ടി ഒരു ബോട്ടായി വരുന്നത്. Come on. കവായി ഉണ്ട്. 2 ചെയ്യുന്നുണ്ട്. കവായി പട കവായി. സ്നാപ്പർ 2 സൈസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ തിരിച്ചു വിട്ടു. നമ്മൾ കവായി മാത്രമേ എടുത്തുള്ളൂ ഈ വട്ടം. അപ്പുറത്തെ സൈഡിൽ ബെല്ലടിച്ചതും അതുപോലെ തന്നെ ചെറിയ സ്നാപ്പറാണ്. നമ്മൾ 2 തിരിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല എമൗണ്ട് ഒരു സാധനത്തിനെ കിട്ടി. താങ്ക് യു. പിന്നെ 2 ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അത് അതിലോട്ട് കൂത്തിക്കോ. ഇവിടെ നമുക്ക് വലിയ ലാഗില്ലാതെ തന്നെ മീൻ അടിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ പുള്ളിക്കാരൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ എന്നെ ബ്ലീഡ് ചെയ്ത് നമ്മുടെ ബോക്സിനകത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പോയില്ല. എല്ലാം തന്നെ ഷാലോയിൽ നിന്നാണ് പിടിച്ചത്. അവിടെ തന്നെ നമുക്ക് നല്ല വെടിക്കെട്ട് സാധനങ്ങളാണ് അവിടെ നമുക്ക് കിട്ടിയത്. ഈ കിടക്കുന്നതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ക്യാച്ചസ്. നല്ല എമൗണ്ട് സാധനങ്ങൾ. ഇന്ന് വെതറും നല്ല ഗുഡ് കണ്ടീഷനാണ്. അതുകൊണ്ട് നമുക്ക് വലിയ കുലുക്കമൊന്നും ബോട്ടിനില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കരയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഫേ വന്നു കഴിഞ്ഞാൽ മീൻ പിടുത്തം കഴിഞ്ഞൊരു ഐസ്ക്രീം കഴിക്കുന്ന ഞങ്ങളുടെ രീതിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോത്തുള്ളൂ. ആ ബാക്കിൽ കാണുന്ന ഐസ്ക്രീം കട എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽസ് നടത്തുന്നതാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇവർ സ്ഥിരം ഇവിടെ വരുന്ന ആൾക്കാരാണ്. അത് കേട്ടുകൊണ്ടിരുന്ന അവിടുത്തെ ഒരു കപ്പിൾസ്, അവിടുത്തെ ലോക്കൽസാണ്. അവർ നമുക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാമറ മേടിച്ചിട്ട് ആ ബാക്കിൽ പുള്ളിക്കാരത്തിയെ വിളിച്ച് പോസ്റ്റ് ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.